ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഞങ്ങളൊക്കെ അതിൽ തുടങ്ങിയിട്ട് പിന്നീട് കളറിലും വന്നു. എനിക്ക് പേടിയാണ്, അത് മലയാളം പറഞ്ഞാൽ കറുപ്പും വെളുപ്പും എന്നൊക്കെ ആയിപ്പോയി ഇവിടെ മൊത്തത്തിൽ കോലാഹലം നടക്കുന്നൊരു സമയമാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂടെ അന്നത്തെ കാലത്ത് അഭിനയിക്കാനൊക്കെ ആയിട്ട് ചിലരൊക്കെ ഇങ്ങനെ അയ്യോ എന്തോ അങ്ങനെ ചിന്തിച്ചവരുണ്ട്. നമ്മുടെ കലാഭവൻ മണി, ഇന്ദ്രൻസ്, ഇങ്ങനെ പലർക്കും നായികമാരെ കിട്ടാത്തൊരു കാലമുണ്ട്. കളറിലൊന്നുമില്ല, അത് വെറും തെറ്റിദ്ധാരണയാണ്. കഴിവാണ് പ്രധാനം. നമസ്കാരം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. കാരണം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് അവാർഡ് കിട്ടിയ സ്വപ്നാടനം അത് ഇങ്ങനെ അന്നത്തെ ഒരു കളർ ഫിലിം അല്ലല്ലോ, പിന്നെ ഉത്തരായനം അത് എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ അഭിനയം തുടങ്ങിയ കാലത്ത് സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് മലയാളം കളർ സിനിമയിലേക്ക് വന്നതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് കളറായി ഇപ്പോഴ്. കാരണം അത് ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ വളരെ എന്തെങ്കിലും വല്ല ഷോർട്ട് ഫിലിമോ അങ്ങനെയൊക്കെയുള്ളൊരു ഡോക്യുമെൻ്ററിയോ ഒക്കെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇപ്പോഴും പോകുന്നത്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, അത് മലയാളം പറഞ്ഞാൽ കറുപ്പും വെളുപ്പും എന്നൊക്കെ ആയിപ്പോയി ഇവിടെ മൊത്തത്തിൽ കോലാഹലം നടക്കുന്നൊരു സമയമാണ്. കാരണം അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാകാത്ത എന്തിനാണ് ഈ കോലാഹലം നടന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. കാരണം ഒരു ചെറിയൊരു വർണ്ണവിവേചനം അതിപ്പോൾ ഒരു രംഗത്ത് മാത്രമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന് നമ്മളെല്ലാവരും അയ്യോ എൻ്റെ ഈശ്വര പുറകെ നടന്ന് ആരാധിക്കുന്ന, ലോകം മുഴുവൻ നടന്ന് ആരാധിക്കുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂടെ അന്നത്തെ കാലത്ത് അഭിനയിക്കാനൊക്കെ ആയിട്ട് ചിലരൊക്കെ ഇങ്ങനെ അയ്യോ എന്തോ അങ്ങനെ ചിന്തിച്ചവരുണ്ട്. എന്തിനാ നമ്മുടെ കലാഭവൻ മണി, ഇന്ദ്രൻസ്, ഇങ്ങനെ പലർക്കും നായികമാരെ കിട്ടാത്തൊരു കാലമുണ്ട്. വലിയ പ്രമുഖരായ നായികാസ്ഥാനത്ത് നിന്നവരൊക്കെ അത് അവരുടെ കൂടെ അഭിനയിച്ചാൽ അതിപ്പം അത് കളർ കൊണ്ട് മാത്രമാണോയെന്ന് ചോദിച്ചാൽ മൊത്തത്തിലുള്ളൊരു ഗ്ലാമറിൻ്റെ ഒരു ഇതുണ്ടല്ലോ. ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന് ഒരു ഗ്ലാമറസ് ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലാമറിൻ്റെ അഭാവം എവിടെയൊക്കെ ഉണ്ടെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാവും അവർക്ക് മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലെ പറഞ്ഞത്. പക്ഷേ അതിന് ശേഷം നമ്മൾ കണ്ടതോ ലോകാരാധ്യനായിട്ട് രജനീകാന്ത് മാറുന്നു. അങ്ങ് ഏറ്റവും വലിയ ലോകസുന്ദരിമാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നു. കലാഭവൻ മണിയാണെങ്കിൽ എല്ലാം നാഷണൽ അവാർഡ് തൊട്ട് അതൊന്ന് മിസ്സായെങ്കിൽ ഏതാണ്ട് അതുപോലെ തന്നെയുള്ള അവാർഡുകൾ ഒരുപാട് വാരി കൂട്ടി. പിന്നെ ഇന്ദ്രൻസ് ഇപ്പം അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനായിട്ട് ആഗ്രഹമാണ് എല്ലാവർക്കും. കാരണം ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഒക്കെ ഒരുപാട് അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടി അവർക്ക്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് കളറല്ല പ്രധാനം. ഞാനീ ഇടയ്ക്കൊരു വലിയ ബഹളം നടന്നത് ഞാനിവിടെ പറയുന്നില്ല. എങ്കിലും കളറിലൊന്നുമില്ല, അത് വെറും തെറ്റിദ്ധാരണയാണ്. കഴിവാണ് പ്രധാനം. എന്ത് കളറാണെങ്കിലും ശരി, ഏത് കലാരൂപമാണെങ്കിലും ശരി, ഒരു കഴിവുള്ള ഒരു കലാകാരന് വളർന്നു വരാൻ ഇവിടെ കളറൊരു തടസ്സമേ അല്ല. അപ്പോൾ ഈ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, ഞാനതിലൊന്നും പ്രതികരിക്കാത്ത ആളാണ്. പക്ഷേ അന്നെന്തോ ഇടയ്ക്ക് ആരോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഇത് ചോദിച്ചപ്പോൾ അതങ്ങനെ പറഞ്ഞു. എങ്കിലും പോട്ടെ, അതങ്ങ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പം ഞാനീ പറയാൻ കാര്യം, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സംസ്ഥാന അവാർഡ് വരെ നേടിത്തന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. കാലം മാറുമ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും അല്ലേ. ഇന്ന് സിനിമ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഞാനിതിന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ജോലി ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞാനിപ്പം നസീർ സാറിൻ്റെ കൂടെ, മധു സാറിൻ്റെ കൂടെ, അന്നത്തെ എല്ലാ നായകന്മാരുടെ കൂടെ, സോമേട്ടൻ, സുഗോട്ടൻ, ജയൻ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ ഡയലോഗൊക്കെ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കാണാതെ പറയണം, അടുത്ത് നിന്ന് പ്രോംപ്റ്റ് ചെയ്യാനൊക്കത്തില്ല. കാരണം ഡയറക്റ്റായിട്ട് ഈ സൗണ്ട് അങ്ങ് എടുക്കുകയാണ്. തൊട്ടപ്പുറത്തെ റൂമിൽ സൗണ്ട് എഞ്ചിനീയർ ഇരിക്കും, നമ്മൾ പറയുന്ന ഡയലോഗ് അദ്ദേഹം കേൾക്കും. അപ്പോൾ അദ്ദേഹം പറയും കുറച്ചും കൂടെ ശബ്ദം വേണമെന്ന് പറയും, അത് കറക്റ്റ് ചെയ്യും, നമ്മൾ അതിനനുസരിച്ച് പറയും. ഇത് നേരെ സൗണ്ട് എടുക്കുകയാണ്. പിന്നെ എപ്പോഴാണ് ഡബ്ബിംഗ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും വല്ല ഔട്ട്ഡോർ പുറത്തൊക്കെ പോയി എടുക്കുന്ന സീനുകളുടെ ഇടയിൽ വല്ല വണ്ടി പോവുകയോ കാക്ക കരയുകയോ ഒക്കെ ഉള്ള ശബ്ദം വരുമ്പോഴാണ് അത് മാറ്റി അത് മാത്രം ഡബ് ചെയ്യുന്നത്. അതും ഇങ്ങനെ ഇന്ന് വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല. മറ്റേ ഈ റെക്കോർഡ് പ്ലെയർ കൊണ്ടൊരു സാധനം കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ട് എനിക്കൊക്കെ.
ഇപ്പം അത് പോയിട്ട് എല്ലാത്തിനും അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. കമ്പ്യൂട്ടർവൽക്കരിച്ചതിന് ശേഷം പാട്ട് പാടിയാൽ തെറ്റിയാൽ തിരുത്താൻ പറ്റും. പിച്ച് നമുക്ക് കൂട്ടാനും. ഇപ്പോൾ ഞാൻ ഇത്രയും ഹൈ പിച്ച് എനിക്ക് പാടാൻ വയ്യ, അയ്യോ കുറച്ച് ശ്രുതി കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ അത് കുറയ്ക്കാനും എടുക്കാൻ ഇതെല്ലാം ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായമുണ്ട്. അത് ഡയലോഗ് തെറ്റിയാൽ ആ തെറ്റിയുടെ പോലെ നമുക്ക് വീണ്ടും എടുക്കാം, അല്ലാതെ മുഴുവനും എടുക്കണ്ട. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ച ഡയലോഗ് കുറച്ച് തെറ്റിപ്പോയാൽ ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു ക്ലോസപ്പ് ഷോട്ടോ വല്ലതും ഇട്ട് അത് ഫില്ല് ചെയ്യണം. അതല്ലെങ്കിൽ ആദ്യം മുതൽ എല്ലാം പറയണം. അപ്പം ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുടെ മുമ്പിലൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു ഭയമുണ്ടായിരുന്നു, ഈശ്വര തെറ്റല്ലേ, അവരെന്ത് വിചാരിക്കും ഇവർ, കാരണം ഞങ്ങളും ഇങ്ങനെ നിൽക്കണമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ധാരണ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും തമ്മിലുള്ള വ്യത്യാസത്തിനെക്കുറിച്ച് എന്താണ് ചേച്ചി എന്ന് എന്നോട് ചോദിച്ചാൽ ഒന്നുമില്ല. അഭിനയമെല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഒക്കെ. പിന്നെ അന്ന് അത് കുറേ കൂടെ ചിലവ് കുറവാണ്. കളറിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലേ, നമ്മൾ സാധാരണ ഒരു വെള്ള ഷർട്ട് ഇടുന്നതും നല്ല ഡിസൈനറുള്ള ഒരു ബുട്ടിക്ക് ഒരു ഭയങ്കര ഡിസൈനർ ഷർട്ട് ഇടുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? ഇതിന് കാണാൻ കുറേ കൂടെ ചിലർക്കൊരു ഭംഗി തോന്നും, അത് കൊള്ളാലോ വെള്ള ഷർട്ട് എന്ന് പറയാൻ അത്രേ ഉള്ളൂ. അല്ലാതെ ജോലിക്കൊന്നും ഒരു വ്യത്യാസമില്ല. ക്യാമറാമാൻ വേണം, ലൈറ്റ്സ് വേണം, സൗണ്ട് വേണം, ഇതെല്ലാം വേണം. വ്യത്യാസങ്ങളൊന്നുമില്ല. അഭിനയിക്കുന്നവർ ആ കഥാപാത്രത്തിനനുസരിച്ച് അഭിനയിക്കുകയും വേണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ എപ്പോഴും പറയും, മെല്ലി ഇറാനി സാറെന്നൊക്കെ പറഞ്ഞ വലിയ പ്രസിദ്ധരായ ക്യാമറാമാന്മാരാണ്. ഞങ്ങളൊക്കെ അവരുടെയൊക്കെ കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പം പിന്നെ ഡ്രസ്സിങ്. ഇപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ ഇപ്പോൾ നമുക്ക് സത്യം പറയണേൽ വെള്ളയും ഇടണം ഒരു സീനിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ അവർ പ്രിഫർ ചെയ്ത് ഒരു ലൈറ്റ് ക്രീം ആയിരിക്കും, അത് പടത്തിൽ വെള്ളയായിട്ട് തോന്നും. അതാണ് അതിനകത്തെ ഒരു സത്യം. അല്ലെ വെറും വെള്ളം ഇട്ടാൽ ഗ്ലെയർ വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട്. എന്നല്ലാതെ അതിലത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ് എന്ന് പറയാനൊന്നുമില്ല. അത് പൈസയിലും മൊത്തത്തിലുള്ള ചിലവിലും പിന്നെ കാഴ്ചയ്ക്കുള്ള ഒരു സുഖത്തിലും ഒക്കെയുള്ള കൊച്ചു വ്യത്യാസങ്ങളേ ഉള്ളൂ. അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. ഞങ്ങളൊക്കെ അതിൽ തുടങ്ങിയിട്ട് പിന്നീട് കളറിലും വന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അഭിനയിക്കുന്ന എല്ലാ കളറേ ഉള്ളൂ. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളില്ലല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഞാനിപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ വല്ല ചെറിയ ഷോർട്ട് ഫിലിം, ഞാൻ ഈയിടെ 1-2 ഷോർട്ട് ഫിലിം അഭിനയിച്ചു, തള്ള എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മുടെ ടെക്നോ പാർക്കിലെ കുറച്ച് ടെക്കീസ് എടുത്തൊരു പടം, അതൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്തത് കുറച്ചുകൂടെ എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ട് ഞാൻ പറയുകയല്ല, പക്ഷേ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായത് നന്നായി എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഒരു അന്ധയായ ഒരു സ്ത്രീ, ഒരു റിട്ടയർഡ് മേജറിൻ്റെ ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ വേറെ ഒരു ഡോക്യുമെൻ്ററി ഇങ്ങനത്തെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇപ്പോഴും എടുക്കുന്നുണ്ട്, അത് കാണുന്നുണ്ട്, കണ്ടിട്ട് പലതിനും അവാർഡുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒരു ഭാഗത്തിങ്ങനെ നടക്കുന്നു. പിന്നെ സിനിമ സംബന്ധിച്ച് നമ്മൾ എന്താണ് മൊത്തത്തിൽ ഇപ്പോൾ ഇൻഡസ്ട്രി എവിടെ നിൽക്കുന്നു, എങ്ങനെയാണ് ചേച്ചിക്ക് പഴയതാണോ പുതിയതാണോ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പഴയത് പുതിയതെന്നൊന്നുമില്ല. സമീപനങ്ങൾക്ക് മാറ്റമുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, ഈ സൗകര്യങ്ങൾ കൂടുമ്പോൾ സമീപനങ്ങൾക്ക് മാറ്റം വരും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം തന്നെ ഇപ്പോൾ എല്ലാവർക്കും ആരായാലും ശരി, നായകനോ നായികയോ സഹനടനോ ആരോ ആവട്ടെ, ഒരു ക്യാരവൻ സ്വന്തമായിട്ടില്ലാത്തവർക്ക് പ്രൊഡ്യൂസർ കൊടുക്കുന്നുണ്ട്. ക്യാരവൻ നല്ല സുഖമായിട്ട് AC റൂമിനകത്ത് ക്യാരവനിലിരിക്കാം, ഭക്ഷണം കഴിക്കാം, ഡ്രസ്സ് മാറാം, അതിനകത്ത് ബാത്റൂമുണ്ട്. പണ്ട് അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ വരുന്നവരെല്ലാം ഒന്നിച്ചൊരു സ്ഥലത്തിരിക്കും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, ഡ്രസ്സ് മാറാനായിട്ട് കോസ്റ്റ്യൂമൊക്കെ വെച്ചിരിക്കുന്ന റൂം കാണും, അവിടെ പോയി മാറും. ഇങ്ങനെയൊക്കെയാണ് നസീർ സാർ തൊട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അന്ന് അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല, പരിഭവമില്ല. സൗകര്യം കുറഞ്ഞു പോയി എന്നുള്ള ഒരു എന്താ പറയുക, അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് പോയി. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ തന്നെ പേപ്പർ വായിക്കാറുണ്ട്, അയ്യോ അവിടെ തൊട്ട് വലിയ പ്രയാസമായിരുന്നു, നല്ല ടോയ്ലറ്റ് ഇല്ലായിരുന്നു, നല്ല കോസ്റ്റ്യൂം മാറാൻ റൂമില്ലായിരുന്നു. പക്ഷേ അതൊരു പരിധി വരെ ചിലപ്പോൾ ശരിയായിരിക്കും. അന്നത്തെ കാലമല്ലല്ലോ ഇപ്പോൾ അടുത്തടുത്ത് വീടുകളും ഫ്ലാറ്റുകളും അതും ഇതുമൊക്കെ ആയിട്ട് ഒരു ഷൂട്ടിങ്ങിന് ഒരു ഔട്ട്ഡോർ ചെന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കയറിയിരിക്കാനൊരു സ്ഥലമില്ലെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ പല വീട്ടുകാർക്കും ഈ സിനിമയിലുള്ളവരെല്ലാം ഇവിടെ കയറിയിരുന്ന്, അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം നമുക്കും പേടി അവർക്കും പേടി. എല്ലാ സംഗതിയൊക്കെ നീറ്റാണോ, എങ്ങനെയാണ് അവിടുത്തെ ടോയ്ലറ്റ് എങ്ങനെയാണ്, അവരും വിചാരിക്കും ഈ വരുന്നവരൊക്കെ വൃത്തിയായിട്ടൊക്കെ ഉപയോഗിക്കുമോ, ഇങ്ങനെ പല ചിന്തകളാണ് ഇരുകൂട്ടർക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ ആണ് ഈ ക്യാരവൻ സംസ്കാരം ഇപ്പോൾ ഒരുപാട്. അതൊന്നും ഒരു കുറ്റമല്ല. പക്ഷേ അവിടെ പറ്റിയ സംഭവം എന്താണെന്ന് വെച്ചാൽ തമ്മിൽ കാണാനും ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും ലഘുഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വർത്തമാനം പറയാനും ഒക്കെയുള്ള അവസരങ്ങൾ അപ്പാടെ ഇല്ലാതാവുന്നുണ്ട്. അപ്പം അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്.
എന്തായിരുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം? ഞാൻ പണ്ട് ക്യാരവൻ ഇല്ലാത്തതുകൊണ്ട് വലിയ മരച്ചുവട്ടിൽ കസേരകൾ ഇങ്ങനെ വട്ടത്തിലിട്ട് എല്ലാവരും ഇരിക്കും, എല്ലാവരും ഒന്നിച്ച് സംസാരിക്കും. ഇപ്പോൾ ഞങ്ങളൊക്കെ സേലത്ത്, ഏർക്കാട്, സേലം സ്റ്റുഡിയോയിലൊക്കെ, മോഡേൺ സ്റ്റുഡിയോയിലൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചായിരിക്കുന്നത്. ആരെന്ത് കഴിക്കാൻ കൊണ്ടുവന്നാലും ആരെങ്കിലും വല്ലതും ഒന്ന് കൊണ്ട് കൊടുത്താലും ഒക്കെ ഞങ്ങളങ്ങ് പങ്കുവെച്ച് അങ്ങ് എടുക്കുക. അപ്പോൾ അത് കഴിപ്പിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, കാരണം അതേ പറ്റൂ, കാരണം ഒന്നിച്ചായിരിക്കുന്നത് ഒരാൾക്ക് മാത്രമായിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്കൊരു കാര്യം പറയണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഡയറക്ടർക്ക് ഈ പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ സമ്മതം വാങ്ങിച്ച് ക്യാരവനകത്ത് നിന്ന് കാര്യങ്ങൾ പറയാമെന്നല്ലാതെ എത്ര വേണ്ടപ്പെട്ടവരായാലും നമുക്കും തോന്നും, ഓ കഷ്ടം, ഷൂട്ടിങ് കഴിഞ്ഞൊന്ന് കയറി അവർ വിശ്രമിക്കട്ടെ, ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഇനിയിപ്പോൾ നമ്മൾ ഉപദ്രവിക്കാൻ നിൽക്കണ്ട എന്ന് നമുക്കും തോന്നും. അങ്ങനെ തോന്നി എല്ലാവരും അവനവൻ്റെ കൂടുകളിൽ ഒതുങ്ങുന്നത് പോലെ ക്യാരവനിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ തമ്മിലുള്ള ഈ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടല്ലാത്ത ദിവസങ്ങൾ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് എന്നെ പോലെ ആൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ വിസിറ്റ്സ് എനിക്ക് വളരെ കുറവാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, ഞാൻ എത്ര സ്ഥലത്ത് പോകും. ചിലപ്പോൾ ദൂരെയൊക്കെയുള്ള വളരെ വേണ്ടപ്പെട്ട കല്യാണമായിരിക്കാം, പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ യാത്ര ആലോചിക്കുമ്പം എങ്ങനെ പോകാനാ, മക്കളും ഇല്ല, അങ്ങനെ ചിലപ്പോൾ നമ്മൾ മടിക്ക് വരും പ്രായം കഴിയുമ്പോൾ. അതൊന്ന്. പിന്നെ സ്ത്രീകൾ പൊതുവേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട്, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അതൊക്കെ മാറി കേട്ടോ, എല്ലാവരും കൂടെ ഒന്നിച്ച് സിനിമയ്ക്ക് പോകും. പിന്നെ എന്താ ഇപ്പോഴത്തെ ഒരു സംഭവം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ദുബായി ചെന്നപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടി വന്നതിനടുത്ത് പറഞ്ഞു, ആൻറ്റി ഞാനൊരു കാര്യം പറയാം, ആൻറ്റി ഈ ഒരു ഡയലോഗ് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതാണ്ടോ ഡബ്ബിങ് പോലെ എന്തോ ഒരു സംഭവം അത് വിചാരിച്ചു. നോക്കുമ്പോൾ എന്തുവാ ആ കുട്ടിയുടെ ഡയലോഗ് പറയാം. അപ്പോൾ ഈ എന്താ എൻ്റെ പേര്, ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. ഞാൻ എൻ്റെ പൊന്നു മോളെ, ജീവിതത്തിൽ ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന സംഭവം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കൊച്ചുമോടെ കൂടെ എൻ്റെ പിറന്നാളിന് കേക്ക് മുറിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥന ഏതാണ്ടൊരു പാട്ടൊക്കെ വെച്ചിട്ട് അവളത് ഷൂട്ട് ചെയ്ത് പണ്ടങ്ങാണ്ട് ഇൻസ്റ്റാഗ്രാമിലെങ്ങാണ്ട് ഇട്ടു. അതും വീട്ടിലാണല്ലോ എന്ന് വിചാരിച്ച് കിടന്ന് ചുമ്മാ പേക്കൂത്ത് കാണിച്ചതാണ്. ആൻറ്റി ഇല്ല, ഇരുന്നുകൊണ്ട് ഈ ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ആ കുഞ്ഞിൻ്റെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നി. ഒന്നുമില്ല, ഇങ്ങനെ എന്താണ്ട് ഒരു ഡയലോഗാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ് അത് അങ്ങനെ എന്നെ ഇട്ട് കാണിച്ചു, ഇത്രയേ ഉള്ളൂ ആൻറ്റി സംഭവം എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ അതൊക്കെയാണ് ഫാഷൻ. എന്നെ വിളിച്ചത് ആ കുട്ടി പാവം എന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഞാനിവിടെ ചെന്നതുകൊണ്ടും എന്നെ കണ്ടതുകൊണ്ടും അതോ എൻ്റെ മക്കളോടുള്ള ഇഷ്ടം കൊണ്ടോ എനിക്കറിയില്ല. ഇപ്പം ഇതിനു വേണ്ടി അങ്ങ് യാത്ര ചെയ്ത് പോകുന്നവരുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വെറുതെ ഇങ്ങനെ ഈ ടിക്ടോക്കും റീലും ഒക്കെ എടുക്കാൻ വേണ്ടി മൂന്നാറിൽ പോവുക, വാഗമണ്ണിൽ പോവുക, അവിടെ പോവുക. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു എന്തോ, ചിലപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിരിക്കും. നമ്മുടെ പ്രായം അതൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് തോന്നുന്നതായിരിക്കാം. അങ്ങനെയുള്ള പോക്കുകളൊക്കെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ അതിശയിക്കുന്നത്, ഈശ്വര, ഇതിനു വേണ്ടി ഇവരങ്ങ് വാഗമണ്ണിൽ പോയോ മൂന്നാറിൽ പോയോ എന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത്രത്തോളം ഈ കലാരൂപം, ഈ ദൃശ്യമാധ്യമം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വാധീനമുണ്ട്. പക്ഷേ അതുപോലെ അതിനൊരു മറുവശമുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അത് ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടുപോകുന്നവരുണ്ട്, അന്തസ്സായിട്ട് നല്ല സംസ്കാരവും തറവാടിത്തവും ഒക്കെ ഉള്ളവരുണ്ട്. അവർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിക്ക് മാന്യമായിട്ട് പറയും, ജനത്തിനെ ധരിപ്പിക്കും. അല്ലാത്തവരും ഉണ്ട്. ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം ഇതെല്ലാം ചിലപ്പോൾ കാണും, മിക്കവാറും എനിക്ക് കിട്ടാറില്ല. കാരണം ഞാൻ എൻ്റെ ഫേസ്ബുക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലാണ്. പിന്നെ വരുമ്പോൾ തന്നെ ആരെങ്കിലും വിളിച്ച് പറയും, ചേച്ചി ഇങ്ങനെ വന്ന് കേട്ടാൽ അത് സാരമില്ല കൊച്ചു, അതൊക്കെ സിനിമയിൽ രാഷ്ട്രീയത്തിലൊക്കെ സർവ്വസാധാരണമല്ലേ, അത് അത്ര സീരിയസ്. സത്യം പറഞ്ഞു ഞാൻ പറയണം, കാരണം ഞാനത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അത് ഓരോരുത്തരുടെ ഓരോ രീതികളാണ്. അതിപ്പം എനിക്ക് വേണമെങ്കിൽ ആരെയൊക്കെ ചീത്ത വിളിക്കാം, ഫേസ്ബുക്ക് തുറന്ന് വെച്ചോണ്ടോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും, നമ്മുടെ രീതി അതല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മീഡിയയും നല്ലതാണ്. ഇറ്റ് ഈസ് ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും പ്രിൻ്റ് ഓർ വിഷ്വൽ മീഡിയ ആണെങ്കിലും എല്ലാം നല്ലതാണ്. പക്ഷേ കുറച്ചും കൂടിയൊക്കെ അതൊരു ആൾക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കുന്നില്ല. കാരണം വെറുതെ ഈ നുണയും കൊതിയും പറയാൻ മാത്രമായിട്ട് ഉപയോഗിക്കാതെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ അപേക്ഷ. കാരണം വളർന്നു വരുന്ന തലമുറ അവർക്ക് സ്വയം ജഡ്ജ് ചെയ്ത് പറയാനുള്ള എല്ലാ കഴിവുമുള്ള ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇപ്പം കാണുമ്പോൾ ആരെങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട 10 പേരെ കൊണ്ട് അതിൻ്റെ താഴെ 10 കമൻറ്റ് എഴുതിച്ചാൽ ജയിച്ചു എന്നാണ് വിചാരം. അല്ല, അത് മിക്കവാറും അവർ തന്നെ എഴുതിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എഴുതുന്ന ആരെങ്കിലും കാണുമായിരിക്കും. സുഹൃത്ത് ബന്ധം കൊണ്ട് തീർച്ചയായിട്ടും. അതും ഈ പറഞ്ഞ പോലെ എന്നോട് പലരും വിളിച്ച് പറയണം. ഞാൻ ഈ ഒരു സീരിയലെടുത്ത കാലത്ത് നമ്മുടെ ഈ ഇതിന് വേണ്ടി ഒരു സുരഭിയും സുഹാസിനിയും, അപ്പോൾ സുഹാസിനി കൊച്ചൻ പോകുന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതാനൊക്കെ പലരും എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അറിയാറില്ല.
അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. കാരണം നല്ല രീതിയിലും ഉപയോഗിക്കാം, മോശമായ രീതിയിലും ഉപയോഗിക്കാം. അപ്പോൾ ഏത് രീതിയിലുള്ള പബ്ലിസിറ്റിയാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാം. ചീത്ത വിളിച്ച് വലിയവനാകണോ അതോ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കൊരു സ്വീകാര്യത ഉണ്ടാക്കണോ എന്നുള്ളത് സ്വയം തീരുമാനിക്കുക. അത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ചിലർക്ക് വലിയ പാടാണ്. കാരണം ആ ഒരു എടുത്തിയാട്ടോ ഒരു ചോരത്തിളപ്പം പ്രായമൊക്കെ ഉള്ളപ്പോൾ ശരിയാണ്, പലതും നമുക്ക് നമ്മുടെ കാൽക്കുലേഷന് തെറ്റിപ്പോയതിരിക്കും. പക്ഷേ ഇനിയുള്ള കാലങ്ങൾ ഞാൻ കണ്ടിടത്തോളം ഞങ്ങളുടെ ഒന്നും കൂട്ടല്ല. കൊച്ചു പിള്ളേർ, പ്രീ ഡിഗ്രി പഠിച്ചവരും BSc ഡിഗ്രിക്കാരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും IT-ക്കാരും ഒക്കെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് അവരതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് പറയാറുണ്ട്. അല്ല ആൻറ്റി, നോ യു ആർ റോങ്, ഇതിങ്ങനെ വരാം, അങ്ങനെ പോകാം, ഇങ്ങനെ നടക്കാം എന്ന് അവർ പറയുമ്പോൾ നമ്മൾ അതിശയത്തോടെ നോക്കിയിരിക്കും. ഈ കുഞ്ഞുങ്ങൾ ഇത്രയും കടന്ന് ചിന്തിച്ചല്ലോ എന്നത്. പക്ഷേ അത് എത്ര പേര് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ട ഒരു തലമുറയല്ല നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നത്. അപ്പോൾ എല്ലാവരും ഷുഡ് ബി കെയർഫുൾ. അവർക്ക് നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ്, അവർക്ക് എല്ലാം തിരിച്ചറിയാം. ഓരോരുത്തരെ പറ്റിയും അവർ സ്വയം പഠിച്ച അല്ലെങ്കിൽ അവർ സ്വയം എടുത്തിട്ടുള്ള ചില നിഗമനങ്ങളുണ്ട്. അതിലൊക്കെ ഉറച്ചു നിന്ന് അത് ശരിയാണ്, അല്ലെങ്കിൽ ന്യായമാണ്, സത്യമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. അവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം മീഡിയ കൈകാര്യം ചെയ്യുക.